ദൂരം മുംബൈയിൽ അധികാരം സ്ഥാപിക്കാനെത്തിയ റീത്തയെ തല്ലിയിറക്കി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുംബൈയിലാണെങ്കിൽ നമ്മുടെ അലീനയെ എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും നാട് കടത്തണമെന്നും കൂടാതെ അലീനയെ അവിടെ നിർത്തണമെങ്കിൽ തൻ്റെ സഹോദരിയുടെ മക്കളുടെ മേൽ സ്വത്തുക്കളുടെ 90% മക്കളുടെ പേരും സഹോദരിക്കും എഴുതി വെക്കണമെന്നും ഉള്ള ഒരു തീരുമാനത്തിലേക്ക് റീത്തയുടെ സഹോദരന്മാരും എത്തുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സഹോദരന്മാരാണെങ്കിൽ മക്കളുടെ അഭിപ്രായവും മക്കളുടെ തീരുമാനവുമൊക്കെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ റീത്ത അവർക്കിടയിൽ കയറി നിന്നിട്ട്, ഞാൻ പറയുന്നതേ ഇവർ അനുസരിക്കൂ, എനിക്ക് പറയാനുള്ളതേ ഇവരുടെ അഭിപ്രായമായിട്ട് ഉള്ളൂ എന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്താലും അത് ഇവർക്ക് വേണ്ടിയാണെന്ന് റീത്ത വെറുതെ വരുത്തി തീർക്കുന്നു. സത്യം പറഞ്ഞാൽ റീത്തയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് കാണാം. ഇന്നത്തെ കഥയിലാണെങ്കിൽ റീത്തയാണെങ്കിൽ സ്റ്റാലിനോട് യുദ്ധത്തിന് ഇറങ്ങാനായിട്ട് ഒരു വൻ പടയെ തന്നെ സജ്ജമാക്കുന്ന കാഴ്ചയാണല്ലോ കാണാനായിട്ട് സാധിക്കുക. സ്റ്റാലിൻ്റെ അധികാരം തനിക്ക് പിടിച്ചെടുക്കണമെന്നും സ്റ്റാലിന് മേൽ തനിക്ക് അധികാരം സ്ഥാപിക്കണമെന്നും റീത്ത ചിന്തിച്ചിരിക്കുന്നുണ്ട്. അതായത് സ്റ്റാലിൻ്റെ എല്ലാ സ്വത്തുക്കളും കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാലിനെ സുഖമായിട്ട് ചവിട്ടി മെതിക്കാമെന്നൊരു തോന്നൽ റീത്തയുടെ മനസ്സിൽ ഉദിക്കുന്നുണ്ട്. സ്റ്റാലിനെയും കൂടി തൻ്റെ കീഴിൽ, തൻ്റെ കാലിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ താൻ ആണ് റാണി എന്നൊരു ചിന്തയും നമ്മുടെ റീത്തയുടെ മനസ്സിലുണ്ട്. അതിനായിട്ടാണ് റീത്ത പരമാവധി സ്വത്തുക്കൾ തൻ്റെ സഹോദരിയുടെ പേരിൽ എഴുതി വയ്ക്കാനായിട്ട് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ റീത്തയുടെ ചിലവൊക്കെ നോക്കുന്നത് സ്റ്റാലിൻ തന്നെയാണ്. റീത്തയുടെ അക്കൗണ്ടിലേക്ക് പണമിടിയിക്കുന്നു. റീത്ത അതിൽ 90% മുക്കിയിട്ട് 10% കാണിച്ചതേ ഇതേ തന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റിച്ച് സ്വന്തം ലാഭം കൊയ്യുകയാണ് എന്ന് കാണാം. അതവർ അറിയുന്നില്ല എന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ മക്കളാണെങ്കിൽ റീത്തയ്ക്ക് ചെറിയൊരു അകൽച്ച പോലെയാണ് തോന്നുന്നത് കേട്ടോ. അതായത് മക്കളാണെങ്കിൽ അഭിപ്രായം പറയാൻ തുടങ്ങുമ്പോൾ റീത്തയാണെങ്കിൽ അവരുടെ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ റീത്തയ്ക്ക് നേരെ അവർ നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീത്ത വലിയ രീതിയിൽ തന്നെ വാശി പിടിച്ച് നിൽക്കുകയാണെന്ന് കാണാം. അതായത് തന്നെ മറികടന്ന് ആരും ഒരക്ഷരവും മിണ്ടേണ്ടതില്ല എന്ന് റീത്ത സ്വയം തീരുമാനിച്ച് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണെങ്കിൽ നമ്മുടെ റീത്തയാണെങ്കിൽ അവരെ കൊണ്ട് ഒരു കാര്യവും അറിയിപ്പിക്കാനോ പറയാനോ സമ്മതിക്കാതെ അവരുടെ വാ മൂടിക്കെട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്ക് മക്കൾക്കും ഭാര്യയ്ക്കും സ്വത്ത് വേണമെന്നൊന്നുമില്ല. സ്റ്റാലിയുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. കൂടാതെ തന്നെയാണെങ്കിൽ അവർക്കാണെങ്കിൽ ജീവിക്കാനുള്ള പണമൊക്കെ കൊടുക്കുന്നുണ്ട്. സ്റ്റാലിയുടെ ജീവിതം നോക്കുന്നു, അവർ അവരുടെ ജീവിതം നോക്കുന്നു. അതിലവർ തൃപ്തരാണ് എന്ന് കാണാം. പക്ഷേ പപ്പ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ ഒരു വിഷമം മക്കൾക്കുണ്ട് എന്ന് കാണാം. ആ ഒരു വിഷമത്തെയാണ് നമ്മുടെ റീത്താമ്മ മുതലെടുക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. എങ്ങനെയെങ്കിലും റീത്താമ്മയ്ക്ക് ഒരു കോടീശ്വരിയായി മാറണമെന്നുള്ള ആ വലിയ ചിന്ത റീത്താമ്മയെ വലിയ കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നറിയാതെ റീത്താമ്മ സ്വയം വലിയ ആളാണെന്ന് ധരിച്ചുകൊണ്ട് എല്ലാവരെയും കൊണ്ട് സ്റ്റാലിൻ്റെ മാളികയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോഴും പക കുത്തിവെച്ച് നിറയ്ക്കുകയാണ് നമ്മുടെ റീത്താമ്മ സഹോദരങ്ങളുടെ മനസ്സിൽ. കാരണം സ്റ്റാലിനോട് അവരുടെ മനസ്സിൽ ഒരു തീയുണ്ട്, ഒരു ദേഷ്യമുണ്ട്. ആ തീയെ
കിടഞ്ഞ് കിടക്കുന്ന, അതായത് അണഞ്ഞു കിടക്കുന്ന തീയെ പതിയെ ഊതി ഊതി ഒന്ന് കത്തിച്ചു വിട്ടാൽ അവർ എല്ലാം ചെയ്തുകൊള്ളും എന്ന് റീതാമയ്ക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് റീതാമ അവരെ വെറും ഒരു പട്ടമാക്കി വെച്ചിരിക്കുന്നത്. റീതാമയ്ക്കനുസരിച്ച് അങ്ങോട്ട് നിൽക്കാനും ഇങ്ങോട്ട് നിൽക്കാനും. സത്യം പറഞ്ഞാൽ സ്വത്തിൻ്റെ കാര്യത്തിൽ സ്റ്റാലിനേക്കാളും 10 മടങ്ങ് താഴെയാണ് ഇവരുടെ സാമ്പത്തികമെന്ന് കാണാം. അതുകൊണ്ട് തന്നെ സ്വത്തിനോട് ഇവർക്ക് ഒരുപാട് ആർത്തിയുണ്ട് എന്ന് കാണാം. എന്തു ചെയ്താലും റീത്തയാണെങ്കിൽ തൻ്റെ സഹോദരിക്കും മക്കൾക്കും വേണ്ടിയാണെന്ന് ഒന്ന് ഉന്നയിക്കുമ്പോഴേക്കും പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ. സഹോദരന്മാരാണെങ്കിൽ അത് അടിമുടി വിശ്വസിക്കുകയാണ്. കാരണം സഹോദരി ചതിക്കില്ല എന്ന് അവർ വിശ്വസിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചതി അവർ തിരിച്ചറിയുന്നില്ല എന്ന് കാണാം. ഇതിനിടയിൽ താൻ ഒരു പ്രാവശ്യം കൂടി പോയി സ്റ്റാലിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് ആര് പറയുന്നുണ്ട്? നമ്മുടെ റീത്ത പറയുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. സമയമാണെങ്കിൽ റീതാമ ഉറപ്പിച്ചിട്ടാണോ സ്റ്റാലിൻ്റെ അടുത്തേക്ക് വീണ്ടും തനിച്ചു പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, തല്ലി തീർക്കണമെങ്കിൽ തല്ലി തന്നെ തീർക്കണം, ചോദിക്കണമെങ്കിൽ ചോദിച്ച് തന്നെ തീർക്കണം. ആദ്യമൊന്ന് ആരുമില്ലാതെ ഒരു പ്രാവശ്യം കൂടി പോയി സംസാരിച്ച് നോക്കാം, സ്വത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം, ചിലപ്പോൾ സമ്മതിച്ചാലോ എന്ന് പറയുമ്പോൾ തന്നെ സഹോദരൻ പറയുന്നുണ്ട്, അയാൾ അങ്ങനെ സമ്മതിക്കൊന്നുമില്ല എൻ്റെ റീതാമേ, അത് ശരി തന്നെയാണ് എന്ന് പറയുന്നു മറ്റു സഹോദരന്മാരും. എങ്കിലും ഒന്ന് ചെന്നു നോക്കാം എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും സ്റ്റാലിൻ്റെ ഭവനത്തിൽ റീതാമ ചെല്ലുന്നുണ്ട്. സ്റ്റാലിനോട് തനിക്ക്, അതായത് തൻ്റെ സഹോദരിക്ക് നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം വേണമെന്നും സ്വത്തിൻ്റെ മേലെ അധികാരം വേണമെന്നും പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ശബ്ദത്തിനിടയിലേക്ക് സ്റ്റാലിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ, ഒരുപാട് നാണം കെടുത്തുന്നത് കൊണ്ട് തന്നെ, സ്റ്റാലി തല താഴ്ത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് കണ്ട അലീന കയറി ചെല്ലുകയാണ്. നിങ്ങൾ എൻ്റെ പപ്പയെ എന്തിനാണ് ഇത്രയും അപമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ, എന്നോട് സംസാരിക്കാൻ മാത്രം നീ വളർന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇതേ എൻ്റെ പപ്പയുടെ വീടാ, എൻ്റെ പപ്പയുടെ വീട്ടിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് പറയുന്നു. ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കിവിടെ യാതൊരു അധികാരവും ഇല്ല എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ അധികാരം സ്ഥാപിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേടിച്ചിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീനയുടെ ദേഷ്യം ആളിക്കത്തുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ അധികാരം സ്ഥാപിക്കാമെന്ന റീത്തയെ പുറത്താക്കുന്നു അലീന.